മഴതോരും മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീനയെ കൂട്ടിക്കൊണ്ടുപോവാനായി സ്റ്റാൻലിയുടെ ഭാര്യയും വന്നിട്ടുണ്ട്. അവരോട് വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് ബാലചന്ദ്രനും മക്കളും പെരുമാറുന്നത്. മനസ്സിൽ വല്ലാത്ത വിഷമമുണ്ട് അലീന പോകുന്ന കാര്യത്തിൽ. പക്ഷേ അതൊന്നും സ്റ്റാൻലിയോടും ഭാര്യയോടും അവർ കാണിക്കുന്നുണ്ടായിരുന്നില്ല. വീട്ടിൽ വന്ന അതിഥിയെ വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് അവർ പരിപാലിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നിരത്തി വെച്ച് അവരെ ഭക്ഷണം കഴിക്കാനായി ക്ഷണിച്ചിരുത്തുകയാണ് ബബിതയും കൃഷ്ണമോളും അലീനയും. ബാലചന്ദ്രനും അത് നിർബന്ധമായിരുന്നു. തൻ്റെ മകളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നത് അവളുടെ സ്വന്തം അച്ഛൻ തന്നെയാണ്. അദ്ദേഹം തന്നോട് ഒരു ക്രൂരതയും കാണിച്ചിട്ടില്ല. തന്നെ അറിഞ്ഞുകൊണ്ട് ചതിച്ചതൊക്കെ മറ്റുള്ളവരല്ലേ, അവരോട് പോലും പൊറുത്തു കഴിഞ്ഞു. പിന്നെ എന്ത് കാര്യത്തിനാണ് താൻ സ്റ്റാൻലിയോട് ഇത്രയും ദേഷ്യവും വൈരാഗ്യവും ഒന്നും വെക്കേണ്ട കാര്യമില്ലല്ലോ എന്നായിരുന്നു ബാലചന്ദ്രൻ്റെ ചിന്താഗതി. എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാനിരിക്കുന്നുണ്ട്. പുറത്ത് ഒരു കാറ് വന്ന ശബ്ദം കേട്ട് ബബിത അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ്, ആരാണ് എന്ന് നോക്കാനായിട്ട്. അതേസമയം ബാലചന്ദ്രൻ അവരോടായി പറയുന്നുണ്ട്, മക്കളിരുന്ന് കഴിച്ചോ, ആരാണെന്ന് അച്ഛൻ പോയി നോക്കിക്കോളാമെന്ന്. ബാലചന്ദ്രൻ ചെന്ന് പതിയെ ഡോറ് തുറക്കുമ്പോൾ പുറത്ത് കാറിൽ നിന്നും ഇറങ്ങുന്നത് ശിവശങ്കരനായിരുന്നു. ഓ, ശിവേട്ടനായിരുന്നോ എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. ശിവേട്ടൻ ചിരിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കയറുകയാണ്. ബാലചന്ദ്രൻ ശിവേട്ടനോടായി ചോദിക്കുന്നുണ്ട്, ശിവേട്ടൻ എന്താ അതിരാവിലെ തന്നെയാണല്ലോ? ബാലചന്ദ്ര, എനിക്ക് ഒരാളെ കാണാനുണ്ടായിരുന്നു. ഈ വഴി പോയപ്പോൾ അമ്മയെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് കയറിയതെന്ന്. എന്തായാലും വന്ന കാലിൽ നിൽക്കാതെ അകത്തേക്ക് വായോ എന്ന് ശിവേട്ടനോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ശിവേട്ടൻ അകത്തേക്ക് കയറാൻ നേരത്ത് പുറത്ത് കിടക്കുന്ന കാറിലേക്ക് നോക്കുന്നുണ്ട്. ബാലചന്ദ്രനോടായി ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രന് അതിരാവിലെ തന്നെ എന്നെ കൂടാതെ മറ്റ് അതിഥികളുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, ശിവേട്ടൻ കാണേണ്ടവർ തന്നെയാ. ശിവേട്ടൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുമാണ്. അതെയോ, അതാരാ അങ്ങനെ ഒരു അതിഥികൾ? നമ്മുടെ അലീനയ്ക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും അവർ ഡൈനിങ് ഹാളിലേക്ക് എത്തിയിരുന്നു. വന്ന രണ്ടുപേരെയും ശിവശങ്കരന് മുമ്പ് കണ്ട പരിചയമൊന്നും തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അവരോടായി ഒന്ന് ചിരിച്ചു. എങ്കിലും ആ പുരുഷനെ കണ്ട് ശിവശങ്കരൻ ഒന്ന് പ്രത്യേകം ഒന്ന് നോക്കി. എവിടെയോ എന്തോ ആരുടെയൊക്കെയോ മുഖച്ഛായയാണോ എന്നെല്ലാം മനസ്സിലിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. എങ്കിലും അതൊന്നും വകവെൽക്കാതെ അവരുടെ അടുത്തേക്കായിട്ട് ശിവേട്ടൻ നടന്ന് ചെല്ലാണ്. ബബിതയും അലീനയും ചോദിക്കുന്നുണ്ട്, അങ്കിള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ വന്നത്? ഇല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ കൂടാം, നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, വേണ്ട മോളെ, അങ്കിള് കഴിച്ചിട്ട് തന്നെ ഇറങ്ങിയത്. ഞാൻ എന്തായാലും അമ്മയെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശിവേട്ടൻ മുറിയിലേക്ക് നടക്കുകയാണ്. ശിവേട്ടൻ അമ്മയുടെ മുറിയിലേക്ക് കയറി എന്ന് കണ്ട് ബാലചന്ദ്രൻ സ്റ്റാൻലിയോടായി പറയുന്നുണ്ട്, സ്റ്റാൻലിക്ക് ആളെ മനസ്സിലായോ എന്ന്. സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് മുമ്പെപ്പോഴോ ഒരു കണ്ടുപരിചയം തോന്നി. നിങ്ങൾ പേര് പറഞ്ഞപ്പോൾ എനിക്ക് കൺഫേം ആയി. വൈജയുടെ രണ്ടാമത്തെ സഹോദരനല്ലേ എന്ന് ചോദിക്കുകയാണ്. അതേ എന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട്. ശിവേട്ടൻ്റെ മനസ്സിൽ തോന്നിയ സംശയം അമ്മയോടായി ചോദിക്കുന്നുണ്ട്, അമ്മ അകത്ത് വന്നിരിക്കുന്നത് ആരാണ് എന്ന്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, അത് അലീനയെ കൊണ്ടുപോകാൻ വന്നതാണ്. അലീനയെ കൊണ്ടുപോകാൻ? അതപ്പോൾ ആ സ്റ്റാൻലി ആയിരുന്നോ? അതെ, സ്റ്റാൻലി തന്നെ. നാശം പിടിച്ചവൻ. അവൻ്റെ മുഖത്തേക്ക് നോക്കേണ്ടി വന്നല്ലോ, അവൻ്റെ മുഖത്ത് നോക്കി ചിരിക്കേണ്ടി വന്നല്ലോ. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ വീണ്ടും ചെന്ന് അവരുടെ മുമ്പിൽ നിന്നു കൊടുക്കുക? അതിന് നീ എന്ത് ചെയ്തിട്ടാ? നീ എന്തിനാ ആ കാര്യത്തിൽ വിഷമിക്കാൻ നിൽക്കുന്നത്? നീ അവനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞങ്ങളോടല്ലേ അമ്മേ അവൻ ചെയ്തു കൂട്ടിയതൊക്കെ. ഇപ്പോഴും അതൊക്കെ തന്നെയല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവനും അവളും കൂടിയൊക്കെ ചെയ്തു വെച്ചതിൻ്റെ ബാക്കി. പിന്നെ അതിൽ കൂടുതലിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട്? ശിവ, നീ എന്തിനാ ഈ കിടന്ന് പ്രഷർ കൂട്ടണേ? അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നം നീ എന്തിനാ ഉണ്ടാക്കണേ? ഇപ്പം കണ്ടില്ലേ, അലീനയെ കൂട്ടിക്കൊണ്ടു പോവാനല്ലേ അവിടെ സ്റ്റാൻലി വന്നിരിക്കുന്നത്. സ്റ്റാൻലിയും ബാലചന്ദ്രനും വളരെ സ്നേഹത്തോടു കൂടി തന്നെയല്ലേ പെരുമാറുന്നത്.
പിന്നെ നിനക്കെന്താ പ്രശ്നം? നീ വെറുതെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ടാന്ന് ശിവനോടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്. എന്തായാലും ഇനി അവർ പോകുന്നത് വരെ ഇവിടെ തന്നെ ഇരിക്കാം അമ്മേ, ഇങ്ങോട്ടേക്ക് കയറണ്ടായിരുന്നു. ഓ, ഏത് നേരത്താണാവോ ഇവിടെ കയറി അമ്മയെ കണ്ടിട്ടൊന്ന് പോവാമല്ലോ എന്ന് ചിന്തിച്ചു കൂട്ടിയത്. വല്ലാത്തൊരു വരവായിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിവന് വല്ലാത്തൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യാണ്. അപ്പോൾ ശിവൻ അമ്മയോട് പറയുന്നുണ്ട്, എന്തായാലും അവർ പോകുന്ന വരെ ഇനി ഞാൻ അപ്പുറത്തേക്കില്ല. അമ്മയുടെ കൂടെ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എനിക്കെന്ത് ബുദ്ധിമുട്ട്? അല്ലെങ്കിൽ തന്നെ നീ അപ്പുറം പോകുന്നത് കൊണ്ട് എന്താ ബുദ്ധിമുട്ട്? ആർക്കും ഒരു പ്രശ്നവുമില്ല. നിൻ്റെ നാവ് നീ അടക്കി വെച്ചാൽ മതി. അതാ ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ അടങ്ങിയിരുന്നെന്ന് വരില്ല. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാമല്ലോ. നീ എന്താന്ന് വെച്ചാൽ ചെയ്യണ്ട ശിവ, ഞാനല്ലാതെ ഇപ്പം എന്ത് പറയാനാ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടെ മിണ്ടാതിരിക്കുകയാണ്. എന്നാൽ അപ്പുറത്ത് എല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെയാണ്. മനസ്സുകൊണ്ട് എല്ലാവർക്കും വളരെ വിഷമമുണ്ടെങ്കിലും വന്നവരോട് അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. ഇതേ സമയത്ത് ഒരു റൂമിൽ സഹോദരിയും കയറി ഒളിച്ചിരിക്കുന്ന കാര്യം ശിവേട്ടൻ അറിയുന്നില്ലല്ലോ. സ്റ്റാൻലിയും ഭാര്യയും വന്ന വിവരം അറിഞ്ഞതോടുകൂടി മറ്റൊരാൾ കൂടി മുറിയിൽ കയറി കഥ കടച്ചിരിക്കുകയാണ്. അത് വേറെ ആരുമല്ല, വൈജ തന്നെയാണ്. സ്റ്റാൻലിയുടെയും ഭാര്യയുടെയും മുഖത്ത് നോക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ അവരോടുള്ള ദേഷ്യം, സ്റ്റാൻലിയോട് വല്ലാത്തൊരു ദേഷ്യത്തിലാണല്ലോ വൈജ ഇരിക്കുന്നത്. വൈജയെ പറ്റിച്ചിട്ട് പോയ ഒരാളാണ് ഇപ്പോൾ തൻ്റെ മകളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരേണ്ട ഒരു കാര്യവുമില്ലെന്നൊക്കെ തന്നെയാണ് വൈജ പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടി അവിടെ സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അകത്തേക്ക് അമ്മയെ കാണാനായിട്ട് പോയ ആൾ പിന്നെ പുറത്തേക്ക് വന്നില്ലല്ലോ ബാലചന്ദ്ര എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അകത്തേക്ക് പോകുന്നത് വരെ ഇവിടെ വന്നിരിക്കുന്നത് ആരാണെന്ന് ശിവേട്ടന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അകത്ത് ചെന്ന് അമ്മയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അമ്മയിൽ നിന്നും അലീനയെ കൂട്ടിക്കൊണ്ടു പോവാൻ ഇവിടെ ഇന്ന് സ്റ്റാൻലി വരുമെന്നും സ്റ്റാൻലിയും ഭാര്യയുമായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നും അമ്മ പറഞ്ഞു കാണും. അപ്പോൾ പിന്നെ തിരിച്ചിവിടെ വന്ന് സ്റ്റാൻലിയുടെ മുഖത്ത് നോക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും പുള്ളിക്കാരൻ അവിടെ കയറി അങ്ങനെ ഇരിക്കുന്നത്. ഓ, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അല്ലേ? അപ്പോൾ അധികം സമയം ഞാനിവിടെ നിൽക്കുന്നില്ല ബാലചന്ദ്ര. എന്തിനാ മറ്റുള്ളവർക്കൊരു ഇറിറ്റേഷൻ? എന്തായാലും എനിക്ക് മറ്റൊരു കാര്യം കൂടി അറിയാം. ആ അടഞ്ഞു കിടക്കുന്ന മുറിയിൽ നിന്നും മറ്റൊരാൾ കൂടി പുറത്ത് ചാടാൻ വെമ്പി നിൽക്കുകയായിരിക്കും. അയാളെ കൂടി വല്ലാതെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അലീന പോകാൻ റെഡിയല്ലേ എന്ന് സ്റ്റാൻലി ചോദിക്കുമ്പോൾ അലീന അതേ എന്ന് തലാട്ടുന്നുണ്ട്. സ്റ്റാൻലി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഈ തവണ വരുമ്പോഴെങ്കിലും അമ്മയെ ഒന്ന് കാണണം, അമ്മയോടെങ്കിലും ഒന്ന് മാപ്പ് ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. ഇനിയിപ്പോൾ അവിടെ മറ്റൊരാൾ കയറി അങ്ങനെ നിൽക്കുന്ന സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ബാലചന്ദ്രൻ പറഞ്ഞ പോലെ മറ്റെന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഇനി പരസ്പരം അതിനെപ്പറ്റി ഒരു സംസാരം ഉണ്ടായി വല്ലാത്തൊരു വിഷമത്തിന് ഇടവരുത്തുന്നില്ല. അപ്പോഴാണ് അകത്തിരുന്ന് സംസാരിക്കുന്ന മുത്തശ്ശിയും ശിവനും ഒരു കാര്യം ശിവൻ ഓർത്തത്. ശിവനപ്പോൾ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ, എന്തിനാ ഈ അലീനയെ ഈ ബാലചന്ദ്രൻ സ്റ്റാൻലിക്കൊപ്പം പറഞ്ഞു വിടുന്നത്? ബാലചന്ദ്രന് അവളെ വലിയ കാര്യമല്ലേ? അവളെ തൻ്റെ മക്കളേക്കാൾ കൂടുതൽ അയാൾ സ്നേഹിക്കുന്നുമുണ്ട്. പിന്നെ എന്ത് കാര്യത്തിനാ ഇപ്പോൾ സ്റ്റാൻലിയുടെ ഒപ്പം അവളിങ്ങനെ പോവാൻ നിൽക്കുന്നത്? അതിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇവിടെ ആർക്കും തന്നെ അവൾ പോകുന്നതിനോട് താല്പര്യമില്ല. സ്റ്റാൻലിയെ വിളിച്ച് എല്ലാവരും പറയലും കഴിഞ്ഞതാ, ഇനി അവളെ ഇവിടെ നിന്നും വിടാനായിട്ട് ആർക്കും താല്പര്യമില്ലാന്ന്. എന്ത് പറഞ്ഞിട്ടെന്താ? അയാൾ എന്തൊക്കെയോ പറഞ്ഞ് മനസ്സ് മാറ്റിയിട്ട് അവളെ അങ്ങ് കൊണ്ടുപോവാണ്. അവളും പിന്നെ ആരെങ്കിലും കരഞ്ഞു പറഞ്ഞാൽ തീരാവുന്നതല്ലേ അവൾക്കും ഉള്ളൂ വാശി. അവളല്ലാതെ അവൾ വരുന്നില്ല, ഞാൻ ഇനി ഇവിടെ തന്നെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതോടുകൂടി കഴിഞ്ഞിരുന്നു. ഇതിപ്പോൾ അവൾ പോവാൻ സമ്മതിച്ചു, അങ്ങനെ പോകുന്നതാണെന്നാ എന്നോടും പറഞ്ഞത്. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാനെന്തായാലും ഒന്ന് ചെന്ന് ചോദിക്കട്ടെ. അയാൾക്ക് ഒരു കാലത്ത് ഇങ്ങനെയൊരു സ്നേഹിച്ച പെണ്ണും അവളിലൊരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ അയാൾ നാട് വിട്ടു പോയത്. എന്നാൾ ഇപ്പോൾ എന്ത് കാര്യത്തിനാണ് വന്നതെന്നറിയണമല്ലോ. എൻ്റെ പൊന്ന് ശിവ, അയാളായിട്ട് ആരെയും തേടി വന്നതല്ല. നിങ്ങളുടെ അളിയൻ ബാലചന്ദ്രൻ നിങ്ങളുടെ പെങ്ങളോട് വാശി തീർക്കാൻ വേണ്ടിയിട്ടല്ലേ അയാളെ കണ്ടുപിടിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. പിന്നെ നീ പോയിട്ട് എന്ത് ചോദിക്കട്ടെ എന്നാണ് ഈ പറയുന്നത്? നിനക്ക് വല്ല തലക്ക് ഭ്രാന്തുണ്ടോ ശിവ? വെറുതെ കുടുംബത്തോരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ.
ഇവിടെ ഇപ്പോൾ തൽക്കാലം വളരെ സമാധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നീയായിട്ട് ഇനി അത് പറഞ്ഞ് ഓരോ വഷളത്തരം ഉണ്ടാക്കരുത്. നിന്നോട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് മിണ്ടാതെ ഇവിടെ തന്നെ ഇരുന്നോളാൻ. അമ്മേ, അങ്ങനെയല്ലല്ലോ. ഒരു കാലത്ത് അയാൾ ഞങ്ങളുടെ സഹോദരിയെ പറഞ്ഞ് പറ്റിച്ച് അയാൾ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അവളിലൊരു കുഞ്ഞിനെയും കൊടുത്ത് നാടുവിട്ട ആളാണ്. അയാളുടെ പിന്നാലെ ഒരിക്കലും തണ്ടും തടിയുമുള്ള ഞങ്ങൾ സഹോദരന്മാർ ഒരിക്കലും അയാളെ തേടി പോയിട്ടില്ല. ഞങ്ങളുടെ പെങ്ങളെ വിവാഹം കഴിക്കണം, അവളുടെ ഭാവി തകർക്കരുതെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ അവളുടെ ഭർത്താവ് എന്ന് പറയുന്ന ബാലചന്ദ്രൻ്റെ നല്ല മനസ്സുകൊണ്ട് അവൾക്കൊരു കുടുംബമുണ്ടായി. അതിനിടയിൽ പഴയ ബന്ധത്തിലുണ്ടായ കുട്ടി കയറി വന്നു. എന്നിട്ട് പോലും ബാലചന്ദ്രൻ അവളെയോ ഈ പറയുന്ന പെൺകുട്ടിയെയോ അടിച്ചിറക്കാനോ ഒന്നിനും നിന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ എവിടെ നിന്നോ കയറി വന്ന സ്റ്റാൻലി അവളിൽ അധികാരം സ്ഥാപിക്കുമ്പോൾ അത് ബാലചന്ദ്രൻ്റെ സമ്മതമില്ലാതെ ഒരിക്കലും ആവരുതെന്നാണ് ഞാൻ പറയുന്നത്. ഈ സ്റ്റാൻലി എന്ന് പറയുന്നവന് ഒരല്പമെങ്കിലും മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനമുണ്ടെങ്കിൽ അയാൾക്കത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഈ ബാലചന്ദ്രൻ്റെ ഏത് മാനസികാവസ്ഥയിലായിരുന്നു ഈ സ്റ്റാൻലിയെ തപ്പി കണ്ടുപിടിച്ച് കൊണ്ടുവന്നതെന്നും കുറച്ച് നാൾ അയാളുടെ ഒപ്പം ഈ മകളെ അയച്ചതും എല്ലാം അയാൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ സ്റ്റാൻലി ഇനി വരരുത്, അവളെ കൂട്ടിക്കൊണ്ട് പോവരുതെന്നൊക്കെ ബാലചന്ദ്രൻ തന്നെ പറഞ്ഞു എന്നല്ലേ അമ്മ പറയുന്നത്. എന്നിട്ടും ഈ സ്റ്റാൻലി വാശി പിടിക്കുന്നത് എന്ത് കാര്യത്തിനാണ്? അതും ബാലചന്ദ്രനോട്. വൈജയോടാണെങ്കിൽ പോട്ടെ, വൈജയോട് അയാൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം. കാരണം അവർ രണ്ടാളും തന്നെ വരുത്തി വെച്ചതാണല്ലോ ഇതെല്ലാം. പക്ഷേ ബാലചന്ദ്രൻ്റെ നേരെ അത് ഞാൻ അനുവദിച്ചു കൊടുക്കില്ല അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ്. മുത്തശ്ശി പരമാവധി പറയുന്നുണ്ട്, വേണ്ട, നീ ഒരു പ്രശ്നത്തിന് നിൽക്കരുത്, ഇതൊക്കെ അവർ തന്നെ തീർപ്പാക്കിക്കോളും, കുറച്ച് ദിവസം കഴിയുമ്പോൾ അലീനയെ തിരിച്ചു എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോഴും ശിവൻ ചോദിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല. അവളെ സംരക്ഷിക്കാൻ ഇവിടെ ഒരമ്മയുണ്ട്, അവളെ സംരക്ഷിക്കാനായിട്ട് ഒരച്ഛനുണ്ട്, മറ്റ് അംഗങ്ങളെല്ലാവരും ഇപ്പോൾ അവൾക്കുണ്ട്. പിന്നെ എന്ത് കാര്യത്തിനാണ് തള്ളിക്കളഞ്ഞ ഒരു അച്ഛൻ എന്ന പദവി മാത്രമായിട്ട് അങ്ങനെ ഒരാളുടെ ആവശ്യമില്ല. എൻ്റെ മകൻ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അവളുടെ ഒരു സമ്മതം മാത്രമാണ് അതിന് കിട്ടേണ്ടത്. ഇത് നേരത്തെ അവൾ സമ്മതിച്ചിരുന്നുവെങ്കിൽ ഇന്ന് എൻ്റെ മരുമകളാണ് അവൾ. അപ്പോൾ ഈ അധികാരമെങ്കിലും എനിക്ക് എടുത്തൂടെ അമ്മേ? പെട്ടെന്ന് എന്താണെന്നറിയാത്ത ഒരു വാശിയിലായിരുന്നു ശിവൻ. ഒരു പക്ഷേ പഴയകാല കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാവാം അവരുടെ കുടുംബത്തിനുണ്ടാക്കിയ നാണക്കേട്, തൻ്റെ കുടുംബം ആ അവസ്ഥയിലൂടെ കടന്നുപോയ ചിന്തകൾ എല്ലാം ആയിരിക്കാം ശിവനെ കൊണ്ട് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പറയിപ്പിക്കുന്നത്. ശിവൻ പെട്ടെന്ന് തന്നെ തിരിച്ച് ഹാളിലേക്ക് വരികയാണ്. അതേ സമയത്ത് ഇവർ പോവാനായിട്ട് ഇറങ്ങുകയായിരുന്നു. അപ്പോൾ ശിവൻ പെട്ടെന്ന് പറയുന്നുണ്ട്, സ്റ്റാൻലി ഒന്ന് നിൽക്കണം. സ്റ്റാൻലി തിരിഞ്ഞു നോക്കുമ്പോൾ ശിവേട്ടൻ വളരെ ദേഷ്യത്തിൽ തന്നെയായിരുന്നു. ബാലചന്ദ്രനും ആലോചിക്കുകയായിരുന്നു, ശിവേട്ടൻ എന്താ വല്ലാത്തൊരു ദേഷ്യത്തിലെന്ന്. ബാലചന്ദ്രൻ ശിവനോടായി ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി ശിവേട്ട, എന്താ? ബാലചന്ദ്ര, ഒരു 5 മിനിറ്റ് എനിക്ക് തരണം. എനിക്ക് ഈ നിൽക്കുന്ന സ്റ്റാൻലിയോട് ഒരു കാര്യം ചോദിക്കാനായിരുന്നു എന്ന്. ബാലചന്ദ്രൻ ശിവേട്ടൻ ചോദിച്ചോ എന്ന് മാത്രം പറയുകയാണ്. അപ്പോൾ ശിവേട്ടൻ സ്റ്റാൻലിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഈ അലീനയെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത്? സ്റ്റാൻലി ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ശിവേട്ടനോട് ചോദിക്കുന്നുണ്ട്. അർത്ഥോ? ശിവേട്ടൻ എന്തുദ്ദേശിച്ചിട്ട് എന്നോടങ്ങനെ ചോദിച്ചത്? ശിവേട്ടൻ അറിയില്ലേ ഞാൻ എന്തർത്ഥത്തിലാണ് അലീനയെ കൊണ്ടുപോകുന്നതെന്ന്? അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അങ്ങനെ ഒരു സ്ഥാനം അലീനയിൽ തനിക്ക് തരാൻ ഞങ്ങളാരും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ? ശിവേട്ടൻ ഇപ്പോൾ പെട്ടെന്ന് എവിടെ നിന്നായി എഴുന്നേറ്റ് വന്നത്? അല്ല, അറിയാൻ വയ്യാണ്ട് ചോദിക്കുകയാണ്. അലീന കുറച്ചു കാലം എൻ്റെ കൂടെ നിന്നതൊന്നും ശിവേട്ടൻ അറിഞ്ഞിരുന്നില്ലേ? അതോ ശിവേട്ടൻ പുറത്തെവിടെയെങ്കിലും ആയിരുന്നോ ആ സമയത്ത്? എനിക്കെല്ലാം അറിയാം സ്റ്റാൻലി, ഒന്നും അറിയാതെ ഒന്നുമല്ല ഞാൻ ഈ ചോദിക്കുന്നത്. പക്ഷേ ഇനി അങ്ങനെ ഒരു നാടകം വേണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ മകന് വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണാണ് ഈ നിൽക്കുന്ന അലീന. എല്ലാവരും ആദ്യമായി കേൾക്കുന്ന പോലെ ശിവേട്ടനെ പെട്ടെന്ന് നോക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ? ശിവേട്ടനെയൊക്കെ അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ അപ്പോഴാണ് ബാലചന്ദ്രനും കുട്ടികളൊക്കെ അറിയുന്നത്. ഇത് കേൾക്കുന്ന സ്റ്റാൻലി അലീനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്.
അവളുടെ മുഖത്തെ അതിശയം കണ്ട് സ്റ്റാൻലിക്ക് മനസ്സിലായി അത് വെറുതെ എന്തോ സംസാരിച്ച് മാത്രം വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അങ്ങനെ ഒരു തീർപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന്. എങ്കിലും ബാലചന്ദ്രനോടായിട്ട് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ശരിയാണോ ബാലചന്ദ്ര, അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു തീരുമാനമൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഈ പറയുന്ന മനു മുൻപേ പറഞ്ഞതാണ് അലീനയെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന്. അലീനയുടെ സമ്മതത്തിന് വേണ്ടി മാത്രം കാത്തു നിൽക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ശിവേട്ടനും പറഞ്ഞല്ലോ, ശിവേട്ടനും സമ്മതമാണ്, എനിക്ക് മുന്നേ സമ്മതമാണ്. മനു എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോഴേ. ഓ, അപ്പോൾ സമ്മതിക്കേണ്ട ആൾ മാത്രം സമ്മതിച്ചിട്ടില്ല അല്ലേ? അങ്ങനെയല്ല സ്റ്റാൻലി, അലീനയ്ക്ക് സമ്മതമൊക്കെ തന്നെയാണ്. അത് മനുവിനോട് അവൾ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ മനുവിൻ്റെ അമ്മ അവർ സമ്മതിക്കാതെ അലീന ഈ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള വിവാഹം ഞങ്ങളങ്ങ് നടത്താമെന്നാണ് വിചാരിക്കുന്നതെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ സ്റ്റാൻലി ഒരു പുച്ഛിച്ച ചിരിയോടുകൂടി അലീനയെ നോക്കുകയാണ്. അലീനയ്ക്ക് ആ ചിരിയിൽ എന്തോ ഒരു കുഴപ്പമുള്ള പോലെ തോന്നുന്നുണ്ട്. സ്റ്റാൻലി തുടർന്ന് സംസാരിക്കുകയാണ്, എന്തായാലും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ കമല എന്ന് പറയുന്ന ആൾക്ക് ഇനി അലീനയെ അവരുടെ മകന് വേണ്ടി വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ. എന്തായാലും ഇനിയും വൈകിയാൽ ഞങ്ങൾ എത്തേണ്ടടുത്തേക്കും എത്താനായിട്ട് വൈകും. അതുകൊണ്ട് ഇറങ്ങാണ് സ്റ്റാൻലി എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെയും കൂട്ടി ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അലീന ബബിതയുടെയും കൃഷ്ണമോളുടെയും കൈയൊക്കെ പിടിച്ച് വല്ലാത്ത വിഷമത്തിൽ തന്നെയാണ്. അലീന ഒരിക്കൽ കൂടി ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ഞാൻ പോയി മുത്തശ്ശിയോടൊന്ന് പറഞ്ഞിട്ട് വരാം അച്ഛാ എന്ന്. അലീന തിരിഞ്ഞ് നടക്കാൻ നേരത്ത് ശിവേട്ടൻ അലീനയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ ഒരാളോടും യാത്ര പറയാനും ഇവിടെ നിന്നും പോവാനൊന്നും നിൽക്കണ്ട. നീ എന്തിനാണ് അലീന ഇങ്ങനെ അവിടെ ഇവിടെ ഇല്ലാതെ ഇങ്ങനെ ഓടി നടക്കാൻ തുടങ്ങുന്നത്? നിനക്ക് ഇപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് തന്നെ നിന്നൂടെ? ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നമുള്ളത്? ബാലചന്ദ്രൻ മുന്നേ കൂട്ടി പറഞ്ഞിട്ടുണ്ട്, അലീനയും വൈജയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവാനായിട്ട് ബാലചന്ദ്രൻ സമ്മതിക്കില്ലെന്ന്. അതിന് നിനക്കും സമ്മതമാണ്, വൈജയ്ക്കും സമ്മതമാണ്. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങളിവിടെ നിന്ന് പോകുന്നത്. പിന്നെ അതിനിടയ്ക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു യാത്ര എന്ന് അലീനയുടെ മുഖത്ത് നോക്കിയാണ് ശിവേട്ടൻ സംസാരിക്കുന്നതെങ്കിലും സ്റ്റാൻലിയാണ് മറുപടി പറയുന്നത്. ശിവേട്ടൻ അതിനുള്ള ഉത്തരമാണെങ്കിൽ ഞാൻ തന്നാൽ മതിയോ എന്ന് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. ശിവേട്ടന് ദേഷ്യം വന്നിട്ട് സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, നിങ്ങളോടെല്ലാം ഞാൻ സംസാരിച്ചതെന്ന്. അലീന ശിവേട്ടനോടായി പറയുന്നുണ്ട്, അങ്കിളെ, എന്നെ ചൊല്ലി ഒരുപാട് വഴക്കുകൾ ഈ വീട്ടിലും കൊല്ലപ്പള്ളി വീട്ടിലൊക്കെ നടന്നതാണ്. ഇനിയെങ്കിലും അതിന് അങ്ങനെ ഒരു വഴക്കില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എൻ്റെ ഈ യാത്ര. ദൈവത്തെ ഓർത്ത് അങ്കിളായിട്ട് ഇനിയൊരു പ്രശ്നത്തിന് നിൽക്കരുതെന്ന്. ഇത് കേൾക്കുന്ന ബാലചന്ദ്രൻ ശിവേട്ടനോടായി പറയുന്നുണ്ട്, ശിവേട്ട അതത്ര സീരിയസ് ആക്കി എടുക്കണ്ട, അവൾ പോയിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങ് തിരിച്ചു വന്നോളുന്നു. ബാലചന്ദ്ര, നിനക്കെന്താണിത്? നീ എന്തിനാണ് അവളിങ്ങനെ പറഞ്ഞയക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിനക്കവളെ ഇഷ്ടമല്ലാതെയാണ് നീ പറഞ്ഞു വിടുന്നതിൽ എങ്കിൽ ഞാനിതിന് തടസ്സം നിൽക്കില്ല. പക്ഷേ അങ്ങനെ ഒരു കാര്യമല്ല ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. നിനക്കവളെ നിൻ്റെ മക്കളെക്കാളേറെ ഇഷ്ടമാണെന്നറിയാം. നീ ചങ്ക് പറിച്ചു കൊടുക്കുന്നത് പോലെയാണ് ഇപ്പോൾ അവളെ ഇവിടെ നിന്നും ഇയാൾക്കൊപ്പം പറഞ്ഞയക്കുന്നതെന്നും എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളുടെ ഈ നിൽക്കുന്ന 3 പേരുടെയും മുഖത്ത് നിന്ന് ഞാനത് വായിച്ചറിയുന്നുണ്ട്, ഈ അലീനയുടെ മുഖത്ത് നിന്ന് പോലും. പിന്നെ എന്ത് കാര്യത്തിനാണ് ഇത്രയും സങ്കടം കടിച്ചു പിടിച്ച് ഈ സ്റ്റാൻലി പറയുന്ന വാക്കിനൊപ്പം നിങ്ങൾ തുള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്റ്റാൻലി തുടർന്ന് ശിവേട്ടനോടായി ചോദിക്കുന്നുണ്ട്, ഈ നിൽക്കുന്ന അലീനയുടെ അച്ഛൻ ഞാനാണെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ എന്ന്. അതിനുള്ള മറുപടിയായിട്ട് കുറച്ച് സമയം അവിടെ നിശബ്ദമായിരുന്നു. തുടർന്ന് ശിവേട്ടൻ തന്നെ പറയുകയാണ്, ആ കാര്യത്തിൽ ആരും ഒരു സംശയവും പറയുന്നില്ല. ഇത്രയും കാലം അതിവിടെ തന്നെ പറഞ്ഞു നടന്നിരുന്ന സത്യവുമാണ്. വൈജ പ്രസവിച്ചുവെങ്കിലും അവളുടെ അച്ഛൻ സ്റ്റാൻലിയാണെന്നും അവളുടെ സംരക്ഷകൻ മാത്രമാണ് ബാലചന്ദ്രനെന്നും. എങ്കിലും സ്റ്റാൻലി, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടല്ല ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. നിങ്ങളിപ്പോൾ എന്തൊക്കെയോ വാശിയുടെ പുറത്ത്
വൈജയോട് നിങ്ങൾ കാണിക്കുന്ന വാശിയുടെ പുറത്ത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിന്നും അലീനയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ വീട്ടിൽ അലീന വന്നതിന് ശേഷം ഒരുപാട് അനുഭവിച്ചതിന് ശേഷം മാത്രമാണ് ഇന്ന് ഈ നിലയിൽ ഈ സമാധാനത്തിലും സന്തോഷത്തിലും അലീന ഇവിടെ നിന്ന് പോകുന്നത്. ഇത് ഒന്നിൽ നിന്നും ഒന്നായിട്ട് തുടങ്ങാനാണ് നിങ്ങളിപ്പോൾ ഇവിടെ നിന്നും അലീനയെ കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ ചെന്നാലുണ്ടാകുന്ന അവസ്ഥ ഇപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മക്കൾ വരുന്നു, നിങ്ങളുടെ അച്ഛൻ അമ്മ ഇവരുടെയൊക്കെ മുമ്പിൽ അലീനയെ കൊണ്ടു ചെന്ന് ഇട്ടിട്ട് നിങ്ങൾ എന്താണ് അവരോട് പറയാൻ പോകുന്നത്? നിങ്ങൾക്ക് പണ്ടെപ്പോഴും ഉണ്ടായ മകളാണെന്നോ? അതിൻ്റെയൊക്കെ എന്ത് കാര്യമുണ്ട്? നിങ്ങൾ പഴയ പോലെ തന്നെ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നല്ലൊരച്ഛനായിട്ട് തന്നെ ജീവിച്ചാൽ പോരെ? ശിവേട്ടൻ എന്ത് വർത്താനൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ഒരിക്കലും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി എൻ്റെ ഭാര്യ എന്ന പദവി കൊടുത്തതിന് ശേഷം മറ്റൊരു സ്ത്രീയെ തേടി പോയിട്ടുണ്ടായ മകളല്ല എനിക്ക് അലീന. എൻ്റെ വിവാഹത്തിന് മുമ്പ് ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയിലുണ്ടായതാണ് അലീന. ആ വിവാഹം എന്തുകൊണ്ട് നടന്നില്ല എന്നും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാമെന്നും എനിക്കറിയാം. അതൊന്നും കൂടുതൽ വിശദീകരിക്കാൻ എനിക്കിനി താല്പര്യവുമില്ല. അലീനയെ കൊണ്ടുപോകാനാണ് സ്റ്റാൻലി ജോസഫ് എന്ന ഞാൻ വന്നതെങ്കിൽ അലീനയെ കൊണ്ടുപോവുക തന്നെ ചെയ്യും ശിവേട്ട. അതിന് ശിവേട്ടൻ ഇവിടെ കിടന്നിട്ട് ഒരുപാട് നാടകം കളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇത്രയും സമയം മാന്യമായ രീതിയിലാണ് സ്റ്റാൻലി സംസാരിച്ചത്. ആ മാന്യത തിരിച്ച് എനിക്കും തരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഈ നിമിഷവും ഞാനിവിടെ നിൽക്കുന്നത്. അതല്ല മറിച്ച് പഴയ ഗുണ്ടായിസം സ്റ്റാൻലിയുടെ അടുത്ത് കാണിക്കാനാണ് ശിവേട്ടൻ്റെ ഉദ്ദേശമെങ്കിൽ എന്നിൽ നിന്നും കൂടുതൽ മര്യാദയൊന്നും ശിവേട്ടൻ പ്രതീക്ഷിക്കണ്ട. സ്റ്റാൻലിയിൽ നിന്നും ഇത്രയൊക്കെ മാറ്റങ്ങൾ കണ്ട് അലീനയും ബബിതയും കൃഷ്ണമോളും ഒപ്പം ആൻസിയും വല്ലാതെ ഷോക്കാവാണ്. ആൻസി സ്റ്റാൻലിയെ ചെന്ന് പിടിക്കുന്നുണ്ട്. ഇച്ചായ വേണ്ട, എന്തത് അവരെ വീട്ടിൽ കയറി വന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആൻസിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാനേ ഒരുപാട് കാലം ഇതിൻ്റെയൊക്കെ പേരിൽ സഹിച്ചതാണ്. പിന്നെ എല്ലാം മറന്ന് ഞാൻ നമ്മുടേതായ ജീവിതത്തിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന സമയത്താണ് എന്നെ തേടി ഇവളുണ്ടെന്ന വാർത്ത അറിഞ്ഞത്. പിന്നെ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിൻ്റെ ഒരാളുടെ സമ്മതം മാത്രം മതിയായിരുന്നു സ്റ്റാൻലിക്ക്. പിന്നെ ഇയാൾ ഈ പറയുന്ന പോലെ നല്ല അച്ഛനായിട്ട് ജീവിക്കാതിരിക്കാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ഞാൻ ആരെയാണ് പേടിക്കേണ്ടത്? സ്റ്റാൻലി ശിവൻ്റെ അരികത്ത് ചെന്നിട്ട് ഒന്നുകൂടി ശിവനോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ ആരുടെയും ജീവിതം തകർക്കാനോ ആരുടെയും കുടുംബം തകർക്കാനോ ഈ സ്റ്റാൻലി വന്നിട്ടില്ല. ഒരിക്കലും വന്നിട്ടില്ല. വന്നിരുന്നുവെങ്കിൽ അന്നേ ഈ നിൽക്കുന്ന ബാലചന്ദ്രനും ആ മുറിയിൽ കയറി ഒളിച്ചിരിക്കുന്ന വൈജയും രണ്ടും രണ്ട് തട്ടാവുമായിരുന്നു. അലീനയുടെ വരവിനായി വേണ്ടി മാത്രം കാത്തിരിക്കില്ലായിരുന്നു. ഇതൊന്നും വേണ്ടാന്ന് വെച്ച് ജീവിച്ച ഒരാളാണ് ഞാൻ. എന്നോടാണ് നിങ്ങൾ ഈ കിടന്ന് സംസാരിക്കുന്നതെന്ന് നല്ല ഓർമ്മ വേണം. ശിവേട്ടനപ്പോൾ സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, സ്റ്റാൻലിക്ക് നന്നായിട്ടറിയാം ഏത് സാഹചര്യത്തിലാണ് ഈ ബാലചന്ദ്രൻ നിങ്ങളെ അന്വേഷിച്ച് വന്നതെന്നും കുറച്ച് നാൾ നിങ്ങളുടെ വീട്ടിൽ ഇവളെ നിർത്തിയതെന്നുമെല്ലാം. പിന്നെ എന്തിനാണ് ഇങ്ങനെ വീണ്ടും അവളെയും കൊണ്ട് പോകുന്നതെന്നാണ് ഞങ്ങളുടെ ചോദ്യം. അതിനുള്ള മറുപടിയാണ് ശിവേട്ട ഞാൻ തന്നത്. ഞാൻ അവളുടെ അച്ഛനാണ്. അവളിൽ പൂർണ്ണ അധികാരമുള്ളൊരച്ഛൻ. ഈ നിൽക്കുന്ന ബാലചന്ദ്രൻ ഇവളുടെ അമ്മയുടെ രണ്ടാമത്തെ ഭർത്താവാണ് അല്ലേ? അപ്പോൾ എനിക്ക് തന്നെയല്ലേ കൂടുതൽ അവകാശം? അവളുടെ അഡ്രസ്സ് എൻ്റെ പേരിലല്ലേ വരുന്നത്? അങ്ങനെ ഇരിക്കുമ്പോൾ അവളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എനിക്ക് തന്നെയല്ലേ? അതുകൊണ്ടാണ് ഞാൻ അവളെ കൊണ്ടുപോകുന്നത്. പിന്നെ നിങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞ നിങ്ങളുടെ മകന് വേണ്ടി അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്ന കാര്യം, അതൊക്കെ ഇനി നടക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ശിവേട്ടൻ അതിശയത്തോടു കൂടി ബാലചന്ദ്രനെ നോക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ഒന്നും തന്നെ സംസാരിക്കാതെ നിൽക്കുകയാണ്. ബാലചന്ദ്രനോടായി ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്ര, അലീനയ്ക്ക് വേണ്ടി ഞങ്ങളുടെ മുമ്പിലെല്ലാം നീ ഫൈറ്റ് ചെയ്ത് നിന്നൊരാളാണ്. നിൻ്റെ മാനവും വ്യക്തിത്വവും നീ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. നീ എന്താണ് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശിവേട്ട, അത് വേറെ ഒന്നും കൊണ്ടല്ല. അലീന ഒരാൾ
ഈ നിൽക്കുന്ന സ്റ്റാൻലിക്കൊപ്പം പോകാൻ എനിക്ക് താല്പര്യമില്ല അച്ഛാ എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഞാൻ അവൾക്ക് വേണ്ടി ഇദ്ദേഹത്തോട് സംസാരിക്കുമായിരുന്നു. പക്ഷേ ഈ നിമിഷം വരെയും അവൾ എന്നോട് പറഞ്ഞത് ഞാനായിട്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ലെന്നാണ്. ഒരു സമയത്ത് ഇവിടെ അച്ഛന് എന്നെ ആവശ്യമുള്ള സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ആ അച്ഛന് എന്നെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ഞാനവിടെ ഉണ്ടായിരിക്കണമെന്നാണ് അലീന പറയുന്നത്. അങ്ങനെയുള്ള എന്നോട് അവൾ ഇതൊക്കെ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ശിവേട്ട അവൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കേണ്ടത്? അപ്പോൾ എങ്ങനെയാ അലീന, ഇറങ്ങല്ലേ എന്ന് സ്റ്റാൻലി ചോദിച്ചപ്പോൾ മറുവശത്തെ മുറിയിൽ നിന്നുമായിരുന്നു ശബ്ദം കേട്ടത്. ഇല്ല, അലീന ഇവിടെ നിന്നും എവിടെയും വരാൻ ഉദ്ദേശിച്ചിട്ടില്ല. വൈജയുടെ മറുപടി കേട്ട് ബാലചന്ദ്രൻ ഒരു നിമിഷം ഒന്ന് അതിശയിച്ച് നിന്നുപോയി. മറ്റൊരു എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. ശുഭരാത്രി.